IDE, പ്രൊജക്റ്റ് ക്രിയേഷൻ, ഈ രണ്ട് ടോപ്പിക്സ് കവർ ചെയ്തു. ഇനി ഫയൽ സ്ട്രക്ചറാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, എൻ്റെ സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ല നിങ്ങളിൽ കാണുന്നത് എങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ പോവുക, അതിൽ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആവും. ഇവിടെ രണ്ട് മെയിൻ ഫോൾഡേഴ്സാണ് ഉള്ളത്. ഒന്ന് ആപ്പ്, രണ്ട് ഗ്രാഡിൽ സ്ക്രിപ്റ്റ്. ഫസ്റ്റ് ഈ ഗ്രാഡിൽ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യത്തെ ഈ രണ്ട് ഫയലാണ്, build.gradle എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫയലിൻ്റെയും നെയിം സെയിം ആണ്. ബട്ട് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഒന്ന് പ്രൊജക്റ്റ് എന്നും ഒന്ന് മൊഡ്യൂൾ എന്നാണ്. ഇതിൽ ആദ്യത്തേന് നമ്മൾ പ്രൊജക്റ്റ് ലെവൽ ഗ്രാഡിൽ എന്നും രണ്ടാമത്തേന് നമ്മൾ മൊഡ്യൂൾ ലെവൽ ഗ്രാഡിൽ അല്ലെങ്കിൽ ആപ്പ് ലെവൽ ഗ്രാഡിൽ എന്നാണ് പറയുന്നത്. സോ ആദ്യം ഈ build.gradle ഫയൽ എന്താണെന്ന് പറയാം. അതിനുശേഷം ഈ പ്രൊജക്റ്റ് ലെവൽ ഗ്രാഡിൽ ഫയലും ഈ ആപ്പ് ലെവൽ ഗ്രാഡിൽ ഫയലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം. സോ നമുക്കിവിടെ ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഒരു വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിനൊരു പ്ലാൻ വേണം, അതുപോലെ തന്നെ അതിന് സിമെൻറ്റ് വേണം, കല്ല് വേണം, അങ്ങനെ കുറേ സംഭവങ്ങൾ വേണം. ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് ഒരു വീട് ഉണ്ടാക്കുന്നത്. ഈ വീട് ഉണ്ടാക്കുന്നതിൽ ആരൊക്കെ ഉണ്ടാവും? എൻജിനീയേഴ്സ് ഉണ്ടാവും, ഇലക്ട്രീഷ്യൻസ് ഉണ്ടാവും, പ്ലംബേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഈ വീടിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് എൻ്റെ വീടിൻ്റെ പ്ലാൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ടൈൽസ് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ആ വീടിൻ്റെ ഓണറാവും. അപ്പോൾ ഓണർ റിക്വയർമെൻറ്റ് കൊടുക്കുന്നു എൻജിനീയേഴ്സിനും ഇലക്ട്രീഷ്യൻസിനും ഒക്കെ. ആ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ബിൽഡ് ചെയ്യുന്നു. ഈ ഒരു സെയിം എക്സാമ്പിൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ്റെ കേസിൽ പറയുമ്പം ഇവിടെ ഫൈനൽ ഔട്ട്പുട്ട് വേണ്ടത് ഒരു ഇൻസ്റ്റാളേഷൻ ഫയലാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ഇൻസ്റ്റാളേഷൻ ഫയൽ വേണം. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കോഡ് എഴുതണം. ആ കോഡിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഇമേജസ് ഉണ്ടാവും, അതിന് ആവശ്യമായിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഡിസൈനിൻ്റെ ഫയൽസ് ഉണ്ടാവും, ലോജിക് ഏരിയ ഫയൽസ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇവിടുത്തെ ഇതുപോലെ തന്നെ പ്ലാൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇമേജസും കളേഴ്സും ഡിസൈൻ ഫയൽസും ഒക്കെയാണ് ഉണ്ടാവും. അപ്പോൾ ഈ സംഭവത്തിനെ എടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആണ് ഈ ഇൻസ്റ്റാളേഷൻ ഫയൽ ആക്കുന്നത്. ഈ കൺവേർഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്രാഡിൽ ഫയൽസാണ്. മുകളിലത്തെ എക്സാമ്പിൾ എൻജിനീയർമാർ, ഇലക്ട്രീഷ്യന്മാരൊക്കെ ചെയ്യുന്ന പണി ഇവിടെ ഈ ഗ്രാഡിൽ ഫയൽസാണ് ചെയ്യുന്നത്. അതായത് ഈ കോഡിനെ എടുത്തിട്ട് ഒരു ഇൻസ്റ്റാളേഷൻ ഫയലിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ മുകളിലത്തെ എക്സാമ്പിളിൽ റിക്വയർമെൻറ്റ് കൊടുത്തിരുന്നത് ഓണറായിരുന്നു, പക്ഷേ ഇവിടെ പ്രോഗ്രാമറാണ് കൊടുക്കുക. അതായത് ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ ആരാണോ അയാളാണ് റിക്വയർമെൻറ്റ് കൊടുക്കുക. മുകളിലത്തെ കേസിൽ ഓണർ ജോലിക്കാർക്കായിരുന്നു റിക്വയർമെൻറ്റ് കൊടുത്തിരുന്നത്. ആരാണോ ഈ ബിൽഡിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് അവർക്കായിരുന്നു റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഡെവലപ്പർ റിക്വയർമെൻറ്റ് കൊടുക്കുന്നത് ഇവിടെ ഈ ആപ്പ് ബിൽഡിങ്ങിൽ ആരാണോ ഉള്ളത് അവർക്കാണ്. ആപ്പ് ബിൽഡിങ് ചെയ്യുന്നത് ആരാണ്? ഈ ഗ്രാഡിൽ ഫയൽസാണ്. ഡെവലപ്പർ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ സെറ്റിങ്സ് കൊടുക്കുന്നത് build.gradle എന്നുള്ള ഈ ഫയലിലാണ്. സോ നമ്മളെ കോഡിനെ എടുത്തിട്ട് ഒരു ഇൻസ്റ്റാളേഷൻ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഗ്രാഡിൽ ഫയൽസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ അത് കൊടുക്കുന്നത് build.gradle ഫയൽസിലാണ്. ഇനി ഞാൻ പറഞ്ഞു അതിൽ രണ്ട് ഗ്രാഡിൽ ഫയൽസ് ഉണ്ട്. ഒന്ന് പ്രൊജക്റ്റ് ലെവൽ ഗ്രാഡിലൊന്നും ഒന്ന് ആപ്പ് ലെവൽ ഗ്രാഡിലൊന്നാണ് പറയുന്നത്. മുകളിലെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഏതൊരു വീടിനും കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് വീടിൻ്റെ പ്ലാൻ. അതുപോലെ കോമൺ ആയിട്ട് വരുന്ന സെറ്റിങ്സ് നമ്മൾ കൊടുക്കുന്നത് build.gradle ഫയലിൻ്റെ പ്രൊജക്റ്റ് ലെവൽ ഗ്രാഡിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പം ഗൂഗിൾ മാപ്പ് വേണമെന്നായിരുന്നു. ഗൂഗിൾ മാപ്പ് നമ്മളെ ആപ്ലിക്കേഷനിൽ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആപ്പ് ലെവൽ ഗ്രാഡിൽ ഫയലിൽ കൊടുക്കും ഈ ഗൂഗിൾ മാപ്പ് ആവശ്യമുണ്ട് എന്നുള്ളത്. അതാണ് ഈ build.gradle ഫയലിലെ ആപ്പ് ലെവൽ ഗ്രാഡിൽ ഫയലും പ്രൊജക്റ്റ് ലെവൽ ഗ്രാഡിൽ ഫയലുള്ള ഡിഫറൻസ്. പ്രൊജക്റ്റ് ലെവലിലാണെങ്കിൽ എല്ലാ ആപ്പിലും കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് പ്രൊജക്റ്റ് ലെവലിൽ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ആപ്പിന് നമുക്ക് വേണ്ടത് മാത്രം കൊടുക്കുന്നതാണ് മൊഡ്യൂൾ ലെവൽ ഗ്രാഡിൽ ഫയൽ. ഇനി ആപ്പ് എന്നുള്ള ഈ ഫോൾഡറിലുള്ളതാണ് ആദ്യത്തേത് മാനിഫെസ്റ്റ്. ഇതൊരു XML ഫയലാണ്. ഈ ഒരു ഫയൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സമ്മറി കിട്ടും. ഇതിലാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്, ആപ്പ് നെയിം എന്ന് പറഞ്ഞിട്ട് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആപ്പിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ ആപ്പിൻ്റെ ഐക്കൺ, ആപ്പിൻ്റെ തീം ഒക്കെ ഇതിലാണ് സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഓരോ തവണ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിവിടെ വരും. ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈമിൽ എംപ്റ്റി ആക്ടിവിറ്റി സെലക്ട് ചെയ്തിരുന്നു. ആ ആക്ടിവിറ്റിയാണ് ഇവിടെ ഈ കാണിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടാഗ് ക്രിയേറ്റ് ആവും. അതാണ് മാനിഫെസ്റ്റ് ഫയൽ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, കാരണം ഇതിലേക്ക് വീണ്ടും വരേണ്ടി വരും. ഇനി ഇതിലുള്ളത് ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കി രണ്ടെണ്ണം ടെസ്റ്റിങ്ങിൻ്റെ ഫോൾഡറാണ്. ഇനി RES എന്ന് പറഞ്ഞാൽ റിസോഴ്സസിൻ്റെ ഷോർട്ടാണ് ഇവിടെ RES കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഡ്രോബിൾ ഫയലാണ്. ഡ്രോബിൾ ഫയൽ പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഇമേജസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഇടുക. ഇനിയുള്ളത് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡിസൈൻ ഫയൽസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഡിസൈൻ ഫയൽസ് അതാണ് ഈ ലേഔട്ട്സിൽ ഉണ്ടാവും. ഇനിയുള്ളത് ബിറ്റ് മാപ്പ് ഇമേജ് ഫയൽ കൊണ്ടിടാനുള്ളത് തന്നെയാണ്. പക്ഷേ ഗൂഗിൾ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആപ്പിൻ്റെ ഐക്കൺ മാത്രം ഈ ബിറ്റ് മാപ്പിൽ കൊണ്ടിടാൻ പാടുള്ളൂ എന്നാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ രണ്ട് ഫോൾഡർ ഉണ്ട്. അതിൽ ആപ്പിൻ്റെ ഐക്കണാണ് ഈ കാണിക്കുന്നത്. അതും ഡിഫറെൻറ്റ് സൈസസ് ആയിട്ടുള്ളതുണ്ട്.
അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പുള്ള ഉണ്ട്. കാരണം ചില ഫോണിൽ ചില ഡിവൈസസിൽ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണിക്കുന്നത് റൗണ്ടിലാവും, ചിലതിൽ സ്ക്വയറിലാവും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ടി വിയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഐക്കൺ കാണിക്കണം. ഇനി ഫോണിലാച്ചെങ്കിൽ ചെറിയ ഐക്കൺ മതി. അതുകൊണ്ടാണ് ഇവിടെ ഡിഫറെൻറ്റ് സൈസിലുള്ളത്. HDPI MDPI എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സൈസിലുള്ളത് അതുകൊണ്ടാണ്. ഇനിയുള്ളതാണ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. ഇതിൽ 3 കളേഴ്സ്, സ്ട്രിങ്സ്, സ്റ്റൈൽസ്. കളേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളേഴ്സ് അതിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഓരോ കളറിനും നമുക്കൊരു നെയിം കൊടുക്കാം, ആ കളറിൻ്റെ കോഡ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് എന്ന് കൊടുക്കാം, ആ കളറിൻ്റെ കോഡ് എന്താണോ 111 ആണ് ബ്ലാക്കിൻ്റെ കോഡ്, അത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്നും കളർ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കളേഴ്സ്, നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന കളേഴ്സിൻ്റെ ഫോൾഡർ. ഈ കളേഴ്സിൻ്റെ ഫോൾഡറിനെ പറ്റിയാണ് ഞാൻ നേരത്തെ ഗ്രാഡിൽ ഫയലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു കളർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എവിടെന്നെങ്കിലും ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് @color/color name, അതായത് ബ്ലാക്ക് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ അവിടെ കിട്ടും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് വൺ സ്ട്രിങ് കളർ പോലെ തന്നെയാണ്. അവിടെ കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആപ്പിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകളാണ് കൊടുക്കുന്നത്. ഇവിടെ ആപ്പ് നെയിമാണ് ഉള്ളത്, സാമ്പിൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്സസ് ചെയ്യുന്നത് അതുപോലെ @string/app_name ഇങ്ങനെയാണ് അത് ആക്സസ് ചെയ്യുന്നത്. ഈ ആക്സസ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ മാനിഫെസ്റ്റ് ഫയലിൽ ആക്സസ് ചെയ്തിട്ടുണ്ടാവും. ഇതാ ലേബൽ എന്നുള്ളിടത്ത് ഉണ്ടോ @string/app_name. അപ്പോൾ ഇവിടെ എന്ത് വരും, ആ ആപ്പ് നെയിം എന്താണോ അത് വരും. അതിന് കൺട്രോൾ നിൽക്കുക, അല്ലെങ്കിൽ മാക്കിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് നിൽക്കുക, എന്നിട്ട് ഇതിമേ കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ ഫയലിലേക്ക് വരും. ഇപ്പോൾ നമ്മളിതാ മാനിഫെസ്റ്റ് ഫയലിലാണുള്ളത്. കൺട്രോളർ കമൻറ്റ് നിൽക്കുക, എന്നിട്ട് ഇതിൽ നിൽക്കുക, അപ്പോൾ ഉണ്ടാവും സ്ട്രിങ് ഫയലിലേക്ക് വരും. അതായത് ഈ വാല്യൂ, ഈ കീ ഉള്ള വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. ഈ വാല്യൂ എന്താണ്, സാമ്പിൾ ആപ്പ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ സാമ്പിൾ ആപ്പ് എന്ന് കൊടുക്കുന്നതിന് പകരം അങ്ങനെ കൊടുത്തിട്ടാണ്. അതായത് ഇവിടെ സാമ്പിൾ ആപ്പ് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുത്തിട്ടാണ്. അതായത് സ്ട്രിങ് ഫയലിൽ ആപ്പ് നെയിം എന്ന് പറഞ്ഞതിലുണ്ട് നമ്മുടെ ആപ്പിൻ്റെ പേര്. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ആപ്പ് നെയിം ഒന്നിൽ കൂടുതൽ ഫയലിൽ കൊടുത്തു, പല ഫയലിലും കൊടുത്തു എന്ന് കരുതുക. എന്നിട്ട് നമുക്ക് ആപ്പിൻ്റെ പേര് മാറ്റണം. അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാത്രം മാറ്റിയാൽ മതി. മറിച്ച് നമ്മൾ ഇവിടെ ചെന്നിട്ട് നമ്മുടെ ആപ്പ് നെയിം കൊടുത്തു, ഇനി വേറൊരു ഫയലിൽ പോയിട്ട് ഇതേപോലെ ആപ്പ് നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആപ്പ് നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണോ ആ ആപ്പ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അത് റിസ്ക് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത്, ആപ്പ് നെയിം കോമൺ ആയിട്ട് ഒരു സ്ട്രിങ് ഫയലിൽ ഡിക്ലെയർ ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രം മാറ്റിയാൽ മതി, എല്ലായിടത്തും ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോയി. അതുപോലെ തന്നെയാണ് ഈ കളേഴ്സിൻ്റെ കാര്യം. കളേഴ്സും നമുക്ക് ഏതെങ്കിലും ഒരു കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റിയാൽ മതി, അവിടെ ചെന്നിട്ട് വീണ്ടും മാറ്റേണ്ട ആവശ്യമില്ല. ഈ കളർ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് അടുത്തതിൽ കാണിച്ചു തരാം. ഈ സ്റ്റൈൽസിലുണ്ട്, ഇതുണ്ടോ ഈ കളർ ആക്സസ് ചെയ്യുന്നതാണിത്. @color/color primary. ഇത് കമൻ്റ് വെക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഉണ്ടോ കളറിൻ്റെ ഫയലിലേക്ക് വന്നു, കളർ ആസെൻറ്റ്. ഈ ഒരു വാല്യൂ ആണ് അവിടെ എടുക്കുക. ഈ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ തീം, ബേസിക് ആയിട്ടുള്ള തീം. നമ്മൾ ഈ ഡാർക്ക് തീം, ലൈറ്റ് തീം ഒക്കെ പറയുന്ന പോലെ ബേസിക് ആപ്ലിക്കേഷൻ തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് തീമാണ് വിത്ത് ഡാർക്ക് ആക്ഷൻ ബാർ. ഈ തീമിന് ബേസിക് ആയിട്ട് 3 കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കളർ പ്രൈമറി ഡാർക്ക്, കളർ ആസെൻറ്റ്. നമ്മളൊരു മൊബൈൽ സ്ക്രീൻ എടുക്കുമ്പോൾ ഈ ടോപ്പിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ കളറാണ് ഈ കളർ പ്രൈമറി ഡാർക്ക് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെയുള്ള സംഭവമാണ് ആക്ഷൻ ബാർ. അതിൻ്റെ കളറാണ് ഇപ്പം കളർ പ്രൈമറി കൊടുത്തിട്ടുള്ളത്. ഇനി കളർ ആസെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡിങ്, അതുപോലെ തന്നെ ചെക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ അതിന് ഈ കളറായിരിക്കും ഡിഫോൾട്ടായിട്ട് വരിക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, കസ്റ്റമൈസ് ചെയ്ത് മാറ്റാനും പറ്റും, പക്ഷേ ഡിഫോൾട്ട് കളർ ഇതായിരിക്കും വരിക. സോ അതാണ് ഈ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഈ മെയിൻ ആക്ടിവിറ്റിയും ഒന്ന് ഈ ലേഔട്ട് ഫയലിലെ ഈ 2 ഫയലുമാണ്. ഇത് XML ഫയലുമാണ്, ഇത് ജാവ ഫയലുമാണ്. ഓരോ ആപ്ലിക്കേഷനും യൂസർ കാണുന്ന ഒരു പാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂസർ കാണാത്ത ഒരു പാർട്ട് ഉണ്ടാവും, അതിന് നമ്മൾ ലോജിക്കൽ പാർട്ട് എന്നൊക്കെ പറയും. നിങ്ങളൊരു ലോഗിൻ ചെയ്യുന്ന ഒരു സ്ക്രീനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇമെയിൽ ഐഡിയോ പാസ്വേഡോ ഫോൺ നമ്പറോ കൊടുത്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലോഡർ വരും. അത്രയും പാർട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്നതിനാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയും. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി അതെന്തൊക്കെയാണ് ചെയ്യുക? ആദ്യം നിങ്ങളിൽ ഇൻ്റർനെറ്റ് ഉണ്ടോ നോക്കും, കാരണം ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർനെറ്റ് ഉണ്ടോ നോക്കും. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡ് എടുത്തിട്ട് അത് ശരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കും. ഇനി ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഫൈലിലേക്ക് കയറിപ്പോവും, അല്ലെങ്കിൽ ഹോം പേജിലേക്ക് കയറിപ്പോവും. ശരിയല്ല എന്നുണ്ടെങ്കിലോ
ഒരു മെസ്സേജ് കാണിക്കും നിങ്ങളുടെ ഇമെയിൽ അല്ലെങ്കിൽ പാസ്വേഡ് ശരിയല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ലോജിക്കൽ പാർട്ട്. ഒരു യൂസർ ഇൻ്റർഫേസ് പാർട്ടുണ്ട്, ഒരു ലോജിക്കൽ പാർട്ടുണ്ട്. അതായത് ഒരു കാണുന്ന ഭാഗമുണ്ട്, ഒരു കാണാത്ത ഭാഗമുണ്ട്. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡിൽ ഈ XML ഫയൽ വെച്ചിട്ടാണ്. അതാണ് ഈ ഒരു activity_main.xml എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, ഡിസൈൻ ടാബിൽ പോവെച്ചെങ്കിൽ ഒരു ലേഔട്ട് കാണുന്നുണ്ടാവും. അതിൽ ഹലോ വേൾഡ് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാച്ചെങ്കിൽ കാണുന്ന ഫയൽ. ഇതായിരിക്കും കാണുക. അത് കൊടുത്തിട്ടുള്ളത് ഈ activity_main.xml ഫയലാണ്. XML ആണ് നമ്മുടെ ഇവിടുത്തെ യൂസർ ഇൻ്റർഫേസ്. അതുപോലെ ഈ ജാവ ഫയലാണ് നമ്മുടെ ഇവിടെ ലോജിക്കൽ പാർട്ട്. അതുപോലെ നമ്മൾ ഓരോ ടൈമിലും ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് ഒരു യൂസർ ഇൻ്റർഫേസും ഉണ്ടാവും, ഒരു ജാവ ഫയലും ഉണ്ടാവും. അതായത് ഒരു XML ഫയലും ഉണ്ടാവും, ഒരു ജാവ ഫയലും ഉണ്ടാവും. ഇനി ഈ ജാവ ഫയലും ഈ XML ഫയലും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം. ആ കണക്ഷനാണ് ഈ ഒരു ലൈനിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് r.layout.activity_main. R എന്ന് ഉദ്ദേശിക്കുന്നത് ഈ റിസോഴ്സിനാണ്. ഈ RES എന്നുള്ളതിൻ്റെ ഉള്ളിലാണല്ലോ ഇതുള്ളത്. അതുകൊണ്ടാണ് R എന്ന് ഉദ്ദേശിക്കുന്നത്. .layout എന്ന് പറഞ്ഞ ഫോൾഡർ, അതിൽ activity_main എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ. സോ ആ ഒരു XML ഫയലാണ് ഈ ജാവ ഫയലായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യം നമ്മളൊന്ന് സിമ്പിളായിട്ട് എടുക്കുകയെങ്കിൽ r/layout/activity_main ഇങ്ങനെയാണ് ഉണ്ടാവുക. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ലാഷിന് പകരം ഡോട്ട് വെച്ച് റീപ്ലേസ് ചെയ്തെന്നുള്ളൂ. ഈ R എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സാണ്, ഈ ഫോൾഡറാണ്. ഈ ഫോൾഡറിൽ ഈ ഫയൽ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. r.layout.activity_main. നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു എംപ്റ്റി ആക്ടിവിറ്റി സെലക്ട് ചെയ്തിരുന്നു. ആ ആക്ടിവിറ്റിയാണ് ഈ വന്നിട്ടുള്ളത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ഈ activity_main എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫയൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി വർക്ക് ചെയ്യേണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മുടെ ആപ്പ് റൺ ചെയ്ത് നോക്കണം. ആപ്പ് റൺ ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു പ്ലേ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആപ്പ് റൺ ആവും. അങ്ങനെ ആപ്പ് റൺ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങളെ ഫോണായിട്ട് കണക്ട് ചെയ്യണം, നിങ്ങളുടെ കമ്പ്യൂട്ടർ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വിർച്വൽ ഡിവൈസ് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ നമ്മളെ ഫോണിൻ്റെ പോലത്തെ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ റൺ ചെയ്യാം, നമുക്ക് ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, Pixel 2 പറഞ്ഞിട്ടുള്ള. അതിലാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്നത്. അതുപോലെ കോൺഫിഗറേഷൻ കുറച്ചുള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിർച്വൽ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു 99% അത് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആപ്പ് റൺ ചെയ്യുന്ന ടൈമിൽ ഇവിടെ താഴെ കാണിക്കും ഗ്രാഡൽ ബിൽഡ് റണ്ണിങ്. കണ്ടോ, ഗ്രാഡൽ ബിൽഡ് റണ്ണിങ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാഡൽ ഫയൽസാണ് ഈ റൺ ചെയ്യുന്നതിന് സഹായിക്കുന്നതെന്ന്. അതാണ് സംഭവിക്കുന്നത്. ആ കോഡിനെ എടുത്തിട്ട് ഒരു ഇൻസ്റ്റാളേഷൻ ഫയലാക്കി, ആ ഇൻസ്റ്റാളേഷൻ ഫയലാക്കി ആപ്പാക്കി, ആ ആപ്പിനാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇതാ നമ്മുടെ XML കാണിക്കുന്ന സംഭവം. ഒരു പേജ് ഉണ്ട്, അതിലിതാ ഹലോ വേൾഡ് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആപ്പ് ഇതാ സാമ്പിൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൻ്റെ നെയിം, അവിടെ കൊടുത്തിട്ടുള്ള ഐക്കൺ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റാറ്റസ് ബാർ, അത് ഇതാണ് സ്റ്റാറ്റസ് ബാർ, അതിൻ്റെ കളറ്, ആക്ഷൻ ബാർ, അതിൻ്റെ കളറ്, ആപ്പിൻ്റെ നെയിം എല്ലാം ഉണ്ട്. ഇത്രയും പോർഷനാണ് നമ്മളിപ്പം ആ XML ഫയൽ കാണിക്കുന്നത്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഈ ഹലോ വേൾഡ് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റും, അതാണ് ഈ activity_main.xml ഈ ഒരു ഫയലിൽ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള ഫയൽ സ്ട്രക്ചർ അതാണ്. അതുപോലെ ജസ്റ്റ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+R ക്ലിക്ക് ചെയ്താലും മതി, ഷോർട്ട് കട്ട്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കണൊക്കെ അമർത്തുക. സോ ബൈ.